ഒരാളോട് അവിടെ കാണിക്കാൻ പറഞ്ഞപ്പോ ഇവിടെ കാണിക്കാൻ പറയുക, ഇവിടെ കാണിക്കാൻ പറഞ്ഞപ്പോ അവിടെ കാണിക്കാൻ പറയുക. ഇതിപ്പോ എവിടെ ദൈവം ഇത് കൊണ്ട് കാണിക്കേണ്ടത്? ഹലോ, രാമണപ്രഫുല്ല ഇന്നസെന്റ് അവിടെ. സുധി, മീനൂട്ടി, സുധി, മീനൂട്ടി. ആരെയോ വീണ്ടും വളർത്താൻ ഇത് മാത്രമേ ഉള്ളൂ തൊഴിൽ. പ്രണയ തീരത്തെ പൂന്തിരകളിൽ എടാ ഫ്രണ്ടിലോട്ട് വാടാ, എടാ ഫ്രണ്ടിലോട്ട് വാടാ. എന്റെ എത്ര വർഷമാടാ നിന്നെ കണ്ടിട്ട്? ചേട്ടാ, ഇത് ആരെന്നറിയോ? അയ്യോ എനിക്കറിയാം. അയ്യോ ഇവന്റെ ഓ അതല്ലേ, നിങ്ങള് 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് അല്ലെന്ന് ഒരുമിച്ച് പഠിച്ചതാന്ന്. അയ്യോ ഇവ ഈ കാണുന്ന പോലൊന്നുമല്ല. ഭയങ്കര തമാശക്കാരി. കാണുന്ന പോലെ. ഫ്രണ്ടിലോട്ട് വാടി, ഫ്രണ്ടിലോട്ട്. നീ അത് കാര്യമാക്കണ്ട. നിനക്ക് ഒരു മാറ്റമില്ല. അവിടെ ഇരി. എടി നിനക്ക് ഒരു മാറ്റമില്ലല്ലോടാ. അപ്പൊ എന്ത് പറയാനായിട്ട് ഇങ്ങനെയൊക്കെ കഴിഞ്ഞോടി പോണ്. നീ എന്താ ഇവിടെ? ഇവിടെ ഡോക്ടർ കമ്പൗണ്ടർ. ഇപ്പോഴും പഴയ സ്വഭാവം അത് തന്നെ. അറിയാലോ സ്പോട്ടിൽ ഇരിക്കാനുള്ളതാണ്. അതെ അതെ. ഇവനും നീയോട്ട് എങ്ങനെ പരിപാടി? അതെ, ഞങ്ങൾ 5ാം ക്ലാസ് വെച്ചാണ് 5ാം ക്ലാസ് വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചത്. പരിചയപ്പെടുത്തില്ലേ? ഇത് എന്റെ ഭർത്താവ്. എന്റെ ഭർത്താവ്. എങ്ങോട്ട് പോണു? അവിടെ വർഷത്തിന് ശേഷം കേട്ടോ ഞങ്ങൾ കാര്യം പറയട്ടെ. എന്താടാ എങ്ങനെയാണ് സംഭവിച്ചത്? അത് ഓരോ അരിമണിയിലും അത് കഴിക്കേണ്ടതിന്റെ നാമം കുറിക്കപ്പെട്ടിട്ടുണ്ടെന്നാണല്ലോ. റേഷൻ അരിയുന്ന പെറുക്കുകൾ എന്നൊക്കെ എങ്ങനെയാണ് നാമം എഴുതണം? ഇടം എന്റെ ചേട്ടനൊരു ആക്സിഡന്റ് പറ്റിയിടം. ഇതെന്ത് സംഭവിച്ചെന്നുള്ള കാര്യമൊക്കെ എന്റെ അടുത്ത് പറഞ്ഞ് ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിച്ചതല്ലേ? എവിടെ പോവാ നിങ്ങള്? എവിടെയാണിത്? എന്തെന്ന്? ഒരു കുഞ്ഞിന്റെ ജീവിതം ഒരു പോത്ത് വന്ന മലത്തി നിങ്ങൾ പോവല്ലേ. ഇതിന്റെ ജീവൻ രക്ഷിക്കാൻ മലത്തി പോവാതിരിക്കാൻ ഇതേ പടി. നിനക്ക് വല്ല പ്രാന്തും ഉണ്ടാ? എന്ത്? എടാ ഇങ്ങർക്ക് മുടിഞ്ഞ സംശയമാണ് ഇങ്ങർക്ക്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്നലെ വൈകുന്നേരം പൂജാമുറി കയറിന്ന് ഭഗവാനോട് എന്റെ വിഷമങ്ങൾ പറയുകയായിരുന്നു. പറയണം. ഇങ്ങേര് വിചാരിച്ച് ഞാൻ പെരയ്ക്കകത്ത് ആരെ കയറ്റിയിരുത്തിയിട്ടുണ്ടെന്ന്. അതാരാണെന്ന് അറിയാൻ വേണ്ടി ഓടിന്റെ മേളിൽ കയറി ഓടിളക്കി താഴോട്ട് ഇറങ്ങാൻ വേണ്ടി നിന്നാ പട്ടിയെല്ലൊടിഞ്ഞ് താഴെ വീണു. വീഴാതിരിക്കാൻ ഇങ്ങേര് കയറാന്ന് പറഞ്ഞ് കയറി പിടിച്ചതാ. അവിടുന്ന് മാറാലക്കകത്ത് വീണതാണ്ട് ഈ പരുവായി. ഒരു 10,000 പ്രാവശ്യം ഇങ്ങനടുത്ത് ഞാൻ പറഞ്ഞു പട്ടിയിലെല്ലാം പോയിരിക്കുകയാണ്, അത് കമ്പി അടിച്ചിട്ട് നമുക്ക് ഓടിടാന്ന്. കേട്ടില്ല. ഇപ്പൊ ഇങ്ങേരെ ദേഹത്ത് മൊത്തം കമ്പി ഇട്ടപ്പോ ഇങ്ങേർക്ക് സമാധാനമായി. എനിക്കൊരാഗ്രഹമല്ലേ കമ്പിയൊക്കെ ഇട്ട് നേരെ ഇങ്ങനെ നിർത്തണം. അതുകൊണ്ട് കമ്പി കിട്ടിയ ഇപ്പൊ നേരെയായില്ലേ? അതും 5 പൈസ ഇല്ലാതിരിക്കുന്ന സമയത്ത്. ആര് പൈസ ഇല്ലെന്നാ? പിന്നെ ഹാർഡ് വർക്കല്ലേ? നിങ്ങളിങ്ങ എന്തൊക്കെ ഈ പറഞ്ഞു ആടിവർക്കാണ് ഈ പുള്ളിക്ക്. നീ അതിലെന്താ ഉദ്ദേശിച്ചത്? പരസ്യം. വീട്ടിലൊരു 3-4 ആടുണ്ട്. അതിനെ കൊണ്ടുവന്ന് തീറ്റുന്ന ഇങ്ങനെ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, സംശയം കണ്ടുപിടിച്ചതേ ഇങ്ങേർക്ക് വേണ്ടിയാ.